പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിമന്യ ഇടവമെത്രാപ്പൊലീത്ത, വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങൾ, സഭയുടെ ആരാധന വർഷത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. കൂദശീത്തോ ഞായറാഴ്ച. ഇന്നു മുതൽ അടുത്ത കൂദശീത്തോ ഞായറാഴ്ച വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് സഭയുടെ ആരാധനാ വർഷമെന്ന് പറയുന്നത്. വിദ്യാഭ്യാസ വർഷം, റവന്യൂ വർഷം എന്നിങ്ങനെ വിവിധ തരത്തിൽ വർഷങ്ങൾ ഓരോ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നുണ്ട്. സഭ അതിൻ്റെ ആരാധനാ വർഷമായി കാണുന്നത് ഒക്ടോബർ മാസം 29-ാം തീയതിക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ്. ഇന്നു മുതൽ 7 ഘട്ടങ്ങളിലായിട്ടാണ് ആരാധനാ വർഷത്തെ വിഭജിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ കർത്താവ് യേശുമിശിഹായുടെ ജനന പെരുന്നാൾ വരെയുള്ള കാലഘട്ടം സുവാർത്ത കാലഘട്ടം എന്നാണ് അറിയുന്നത്. അതിനുശേഷം ജനന കാലഘട്ടം, അതിനുശേഷം ദനഹാകാലം, അതിനുശേഷം ഖെംദാകാലം, പിന്നീട് പെന്തിക്കൊസ്തിയുടെ കാലം, റൂഹാകാലമെന്ന് പറയുന്നു. വീണ്ടും ശ്ലീവാ പെരുന്നാളിനോടനുബന്ധിച്ച് ശ്ലീവാകാലമെന്ന് പറയുന്നു. ഇങ്ങനെ വിവിധ കാലങ്ങൾ, ഘട്ടങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. ഇന്ന് കൂദശീത്തോ എന്ന് പറയുന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം സഭയുടെ ശുദ്ധീകരണം എന്നുള്ളതാണ്. കർത്താവ് യേശുമിശിഹാ സഭയെ സ്ഥാപിച്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകമായി അതിനെ ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നാം വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് തൻ്റെ സഭയെ പണിയും എന്ന് പറയുന്ന വേദഭാഗമാണ്. നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ ശ്ലീഹന്മാരിൽ മുമ്പനായ പത്രോശ്ലീഹ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹായാകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ വലിയ വിശ്വാസ പ്രഖ്യാപനം, നിന്റെ ജഡരക്തങ്ങളെല്ലാം ദൈവമാണ്, പിതാവാം ദൈവമാണ് നിനക്കത് വെളിപ്പെടുത്തിയത്, നിന്നിൽ കൂടി സംസാരിച്ചത് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ആ ഏറ്റുപറയുന്നതായ വിശ്വാസമാണ് പത്രോസിനെ പാറ എന്ന് വിളിക്കുവാൻ കാരണമായത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്നത് വിശ്വാസമാകുന്ന പാറമേൽ സഭയെ പണിയുമെന്നാണെന്ന് 4-ാം നൂറ്റാണ്ടിലെ പരിശുദ്ധനായ വേദ പുസ്തക വ്യാഖ്യാതാവായ ജോൺ ക്രിസോസ്റ്റം, സ്വർണ്ണനാവുകാരന്മാർ ഇവാനിയോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവാണ് സഭയുടെ മൂലക്കല്ല് എന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ നബിയന്മാരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമായ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. സഭയുടെ മൂലക്കല്ല് യേശുക്രിസ്തുവാണ്. അപ്പോസ്തലന്മാർ അതിൻ്റെ അടിസ്ഥാന കല്ലുകളാണ്, ചുറ്റുമുള്ളതായ കല്ലുകളാണ്. നാം എല്ലാവരും ആ സഭയെന്ന് പറയുന്നതായ കെട്ടിടത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന ഓരോ കല്ലുകളാണ്. അതാണ് പരിശുദ്ധനായ പത്രോശ്ലീഹ തന്നെ
ഒന്നാമത്തെ പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് ആത്മീയ ഗ്രഹമായി ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണമുള്ള പുരോഹിതവർഗമായി പണിയപ്പെടുന്നുവെന്നാണ്. മാമോദീസ ഏറ്റ സഭയിലേക്ക് വന്നിരിക്കുന്നവർക്ക് കൊടുക്കുന്നതായ ഒരു സന്ദേശമാണ്. നാം എല്ലാവരും മാമോദീസ ഏൽക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയാണ്. യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നതായ രക്ഷകനായ യേശുവിനെ വിശ്വസിക്കുന്നതാണ് വിശുദ്ധ മാമോദീസായിലെ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. ആ മാമോദീസായിലെ ഏറ്റുപറച്ചിൽ കൂടെ നാം എല്ലാവരും ജീവനുള്ള കല്ലുകളാകുകയാണ് യേശു ക്രിസ്തുവിൻ്റെ അടുത്ത്. അങ്ങനെ ആ ജീവനുള്ള കല്ലുകൾ എല്ലാവരും കൂടെ ചേർന്ന് യേശു ക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് വച്ചിരിക്കുന്ന അടിസ്ഥാന കല്ലുകളായ അപ്പോസ്തലന്മാരുടെ മേൽ നമ്മളെല്ലാവരും അന്നു മുതൽ ഇന്ന് വരെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു സൗധമാണ് സഭയെന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം കൂടാതെ ഒന്നാമത്തെ കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തെ വായിക്കുന്നത് പൂർവ്വപിതാക്കന്മാരല്ലെങ്കിൽ മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്ത എല്ലാവരും ക്രിസ്തുവാകുന്ന പാറയെ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എന്നവിടെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത് നാം സഭയുടെ അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നവരാണ്, ജീവനുള്ള കല്ലുകളാണ്. അതുകൊണ്ട് സഭയെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട് സഭ വിശുദ്ധമാണ്. അതുകൊണ്ട് സഭയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് സഭ ചേരുന്നതായ സന്ദർഭമാണ്. സഭ യേശുക്രിസ്തു സഭയെ തിരഞ്ഞെടുത്ത് കളങ്കരഹിതയായി തന്നെ മണവാട്ടിയാക്കി തീർത്തുവെന്ന് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ നാം എല്ലാവരും ആ സഭയുടെ കല്ലുകളാണ്. സഭയാവുന്ന മണവാട്ടിയായി യേശുക്രിസ്തുവിൻ്റെ ആവുന്ന മണവാളൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടവളാണ്. നാം എല്ലാവരും ക്രിസ്തുവാകുന്ന തലയുടെ ശരീരമായ സഭയിലുള്ളവരാണ്. അപ്രകാരമുള്ള സഭയുടെ ശരീരമായി നമ്മളായിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനാൽ നമ്മളെല്ലാവരും ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് ഈ ദിവസത്തെ പ്രാധാന്യം നമ്മുടെ ശുദ്ധീകരണം, സഭയെന്ന രീതിയിലുള്ള നമ്മുടെ ശുദ്ധീകരണം ഓർക്കുന്നതാണ്. ആ ശുദ്ധീകരണം എങ്ങനെയാണ് നടക്കുന്നത്? ഒന്നാമത്തെ കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ പലരാകുന്നു, ഒരുവൻ മാത്രം വിജയം പ്രാപിക്കും. നിങ്ങളും ആ വിജയം പ്രാപിക്കുന്നതിന് ഓടുവീനെന്നാണ്. വിരുദ് പ്രാപിക്കുക എന്നാണ് അവിടെ വാക്ക്. വിരുദെന്ന് പറഞ്ഞാൽ പ്രൈസ്, സമ്മാനം എന്നുള്ളതാണ്. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ നമുക്കുള്ള വിരുദ് എന്താണ്? സാധാരണ ഓട്ടക്കളത്തിൽ ഓടിയാൽ നമ്മളൊക്കെ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർക്കെല്ലാം 1-ാം സ്ഥാനത്ത് വരുന്നവർക്ക് കിരീടം കൊടുക്കും. അത് തന്നെയാണ് നമുക്കും ലഭിക്കുന്നതെന്നാണ് പൗലോസ്ലീഹ അവിടെ പറയുന്നത്. പക്ഷെ ലോകത്തിലെ കിരീടം വാടുന്ന കിരീടമാണ്, നമുക്ക് ലഭിക്കുന്നത് വാടാത്ത കിരീടമാണ്. അതാണ് പരിശുദ്ധനായ പരിമല തിരുമേനി ഓടി പ്രാപിച്ചത്. ആ വിശുദ്ധിയുടെ കിരീടം
തൻ്റെ മാമോദീസ ഏറ്റ ഈ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിലുള്ള ഓട്ടം അതിൻ്റെ പരിശീലന കളരിയായിട്ട് വെട്ടിക്കൽ ദയറായിൽ 11 വർഷം താമസിച്ച് വിശുദ്ധിയുടെ ഓട്ടം തികയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെറുപ്രായത്തിലെ മെത്രാസ്ഥാനവും ഗോർബീസ്കോപ്പാസ്ഥാനവും എല്ലാം കൊടുത്ത് സഭയിലെ ഏറ്റവും കൊച്ചുമെത്രാച്ചനായിട്ട് ജീവിക്കുവാൻ സാധിച്ചത്. എങ്ങനെയാണ് ആ വിശുദ്ധിയുടെ ഓട്ടം അദ്ദേഹം തികച്ചത്? വിശുദ്ധിയുടെ ഓട്ടം തികച്ചത് പ്രാർത്ഥനയിൽ കൂടിയാണ്. 16 വയസ്സുള്ള ചെറുബാലൻ കുഞ്ഞുനാൾ മുതൽ അനുഷ്ഠിച്ചതായ പ്രാർത്ഥനയുടെ ശക്തിയാണ് മസൂരി രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാൻ കാരണമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് തൻ്റെ ശരീരത്തിൽ വന്നത് എല്ലാ രോഗങ്ങളെയും അതിജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ ശരീരത്തിൽ പുറത്ത് ഒരു നീര് വന്നതായ സമയത്ത് വെട്ടിക്കൽ ദയറായിൽ താമസിക്കുമ്പോൾ കുടുംബക്കാർ പലരും പല മരുന്നുകളുമൊക്കെ കൊണ്ട് ചെന്നപ്പോൾ തിരുമേനി പറയുന്നത് എന്താണ്? തന്നെ വന്നത് തന്നെ പോയിക്കൊള്ളും, ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ആ പ്രാർത്ഥനയുടെ ശക്തിയും ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും കാഠിന്യവുമാണ് ഉദരസംബന്ധമായ രോഗത്താൽ ശരീരം ദുർബലമായെങ്കിലും ആത്മാവ് 100% കാന്തിയുള്ള വിശുദ്ധിയിലേക്ക് വളരുവാൻ കാരണമായി തീർന്നു. മറ്റൊരുന്ന്, അദ്ദേഹം സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പല കാര്യങ്ങളിലും അദ്ദേഹത്തെ സത്യത്തിന് വിപരീതമായി സംസാരിക്കുവാൻ പലരും നിർബന്ധിച്ചിട്ടുണ്ട്. കരിങ്ങാച്ചര പള്ളിയിലെ കുരിശും തൊട്ടിയുടെ നിർമ്മാണത്തിലും അതുപോലെ 1879 ആരംഭിച്ചതായ സെമിനാരി കേസിലെ വിസ്താര സമയത്തുമൊക്കെ എല്ലായ്പ്പോഴും സത്യത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. അതുകൊണ്ട് സത്യം വിജയിക്കുമെന്നുള്ളത് പരിപൂർണമായി ബോധ്യമായി കരിങ്ങാച്ചരക്കാർക്ക് പുറമ്പോക്കിൽ സ്ഥാപിച്ച കെട്ടിടം കുരിശും തൊട്ടി കൂദാശ ചെയ്ത പരിമല തിരുമേനി കൂദാശ ചെയ്തിട്ടില്ല എന്ന് പറയണമെന്ന് മറ്റുള്ളവർ നിർദ്ദേശിച്ചപ്പോൾ കൂദാശ ചെയ്തത് ഞാൻ കൂദാശ ചെയ്തെന്നേ പറയൂ, സത്യം വിജയിക്കും. പക്ഷെ ആ കേസിൻ്റെ അവസാനം എന്താ സംഭവിച്ചത്? എല്ലാവരും വിചാരിച്ചു തിരുമേനിയും പള്ളി കൈക്കാരന്മാരുമൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്ന്. പക്ഷേ ജഡ്ജി പറയുന്നത് ഒരു ദൈവാരാധനയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനം പൊളിക്കുവാൻ പാടില്ല, പകരം വില്ലേജ് ഓഫീസർ ആ സ്ഥലം ആ പള്ളിക്ക് പട്ടയം കൊടുക്കാനാണ് പറയുന്നത്. സത്യം പറഞ്ഞ് വിജയിച്ച സന്ദർഭമാണ്. അതുപോലെ തന്നെയാണ് സെമിനാരി കേസിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയാണ്. 16 ദിവസം നീണ്ട മൊഴിയെടുക്കലാണ്. നീതിപൂർവമായിരിക്കുന്ന ഒരു വിധി ഏറ്റവും അവസാനം 1889 റോയൽ കോർട്ട് വിധിയിൽ കൂടി ഉണ്ടാകുന്നത്. അത് ആ സത്യത്തിൻ്റെയും നീതിയുടെയും വിജയം കാണുവാൻ അദ്ദേഹത്തിന് തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിനും നീതിയും കൊണ്ട് വിശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു പിതാവ് അദ്ദേഹം ആ വിശുദ്ധിയിൽ വളർന്നു. അതുപോലെ മറ്റൊരു കാര്യമാണ്, മറ്റുള്ളവർക്ക് തൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുള്ളതെല്ലാം പങ്കുവയ്ക്കുന്നതാണ് വിശുദ്ധിയുടെ മാർഗമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പാവപ്പെട്ട അനേകം ആളുകൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതിന്, അനേകരെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുത്തുന്നതിന്, സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് എല്ലാ തരത്തിലുമുള്ളതായ അധകൃത വർഗത്തിൻ്റെ ഉയർച്ച
തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നതായ കാലഘട്ടത്തിൽ അതിനെതിരെ പ്രവർത്തിക്കുവാൻ ശക്തി ആർജിച്ച പിതാവ്, അവർക്ക് വേണ്ടി സ്കൂളുകൾ നിർമ്മിച്ച് അവരെ വിജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ വരേണ്യവർഗം അവർക്കത് നിഷേധിച്ചപ്പോൾ അധകൃത വർഗത്തിന് അത് നേടിക്കൊടുക്കുവാനുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജീവിച്ച അദ്ദേഹം വിശുദ്ധിയുടെ മറ്റൊരു മാർഗം നമുക്ക് കാണിച്ചു തരികയാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് യേശുമിശിഹാ കൽപ്പിച്ചിരിക്കുന്നത് തനിക്കുള്ളതായ ദൈവം തന്ന കഴിവുകളെല്ലാം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുവാൻ, അത് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും സാമ്പത്തികമായ സഹായം കൊടുക്കുന്നതാണെങ്കിലും പ്രാർത്ഥനയിൽ കൂടി അവരെ നേർനയിക്കുന്നതാണെങ്കിലും ഇതിൻ്റെ എല്ലാം അനേക ചരിത്ര സംഭവങ്ങൾ പരിമല തിരുമേനിയുടെ ചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ ഉന്നമനം ജീവിത ലക്ഷ്യമാക്കിയത് ആ വിശുദ്ധിയുടെ വളർച്ചയുടെ മാർഗമാണ് എന്ന് പഠിപ്പിച്ചതായ പിതാവാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധിയിൽ വളരുവാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയിലും നോമ്പിലും ഉപവാസത്തിലും നമ്മൾ ഓരോരുത്തരും ആ വിശുദ്ധമായ കൂടാരമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഒന്നാമത്തെ കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് അതാണ് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാം വിശുദ്ധരാകുന്നത് ദൈവത്തിൻ്റെ മന്ദിരത്തിലെ ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങളായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ സഭാംഗങ്ങളായിരിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധിയിൽ നാം വളരുന്നത്. എന്നാൽ ആ വിശുദ്ധി നമുക്ക് പ്രസ്പഷ്ടമാക്കുവാനായിട്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഒന്നാമത്തെ കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വരുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ ചിന്തയും സംസാരവും പ്രവർത്തനവും യേശു ക്രിസ്തുവിന് മഹത്വം മാനം വരുന്നതായിരിക്കണം. നമ്മുടെ ചിന്തയും പ്രവർത്തനവും കൊണ്ട് യേശു ക്രിസ്തുവിന് അപമാനം വരുന്നതൊന്നും നമ്മിൽ നിന്നുണ്ടാവരുത് എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയാണ് വിശുദ്ധിയെ നമുക്ക് മുന്നേറാൻ കഴിയുന്നത്. ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നാം ഒരു തിരി കത്തിച്ചു വെക്കുന്നതായ സമയത്ത് നാം മറന്നു പോകരുത്. അദ്ദേഹം തന്നിലുള്ളതായ ദൈവിക വെളിച്ചം പ്രകാശിപ്പിച്ചതുപോലെ നമുക്കും നമ്മിൽ ദൈവം തന്നിരിക്കുന്ന പ്രകാശം അത് പ്രോജ്വലിപ്പിക്കുവാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ നാം ഓർക്കുന്നത്. ആ വിശുദ്ധിയിൽ വളരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ